ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടി ചാലിൻ്റെ ഫൈറ്റർ. നമ്മൾ കഴിഞ്ഞ ദിവസം 20 വരെയാണ് പഠിച്ചത്. ഇനി നമ്മൾ 20 തുടങ്ങി 100 വരെ പഠിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 13 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ആദ്യം 3 ഇട്ടിട്ട് 3 10 എടുത്തു അല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡ്രൈ ചെയിൻ ആണെങ്കിൽ ഡ്രൈ ചെയിൻ ആക്കി അല്ലേ? ഡ്രൈ ചെയിൻ നമ്മൾ നേരെ തിരിച്ചിട്ടു. 3 എടുത്തു, 10 എടുത്തു, ഡ്രൈ ചെയിൻ ഇട്ടു. പക്ഷേ അതാകെ 19 വരെ അങ്ങനെയുള്ളൂ. നമ്മൾ 20 തുടങ്ങി, അത് കംപ്ലീറ്റ്ലി അല്ല, പക്ഷേ ഒരു ചെറിയ മാറ്റം വരിക. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 21 എടുക്കാമെന്ന് ഓർത്തു. ഈ ഫോർമാറ്റിൽ എന്താ പറയണ്ടേ? 1 20 അല്ലേ? പക്ഷേ ഇതിൻ്റെ നടുക്ക് നമ്മളൊരു ആൻഡും കൂടെ ചേർക്കും. അപ്പം എങ്ങനെ വരും? ein und പിന്നെ ഒരു 20 20. മനസ്സിലായോ? നമ്മൾ ഈ നോർമൽ ഇംഗ്ലീഷ് ഫോർമാറ്റല്ല ഇവർ യൂസ് ചെയ്യുന്നത്. ഇവരെല്ലാം തലതിരിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർ വിചാരിച്ച നമ്പേഴ്സ് അല്ലേ, അത് നമുക്ക് ഒരു വെറൈറ്റി ചെയ്യാം, തിരിച്ച് എഴുതി വയ്ക്കാമെന്ന്. സോ അങ്ങനെയാണ് ഈ 20 തുടങ്ങി നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഐഡിയ ഇട്ടില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലെ നമ്പർ ആദ്യം എടുക്കും 1 ആൻഡ് ഒരു 20. അപ്പോൾ 21. ഓക്കെ. ഇനി 22 ആണെങ്കിലോ 22. എങ്ങനെയാ? 22. 23 ആണെങ്കിലോ 23. 23. 24 ആണെങ്കിൽ 24. 24. 25 ആണെങ്കിലോ 25. 25. 26 ആണെങ്കിലോ 26. 26. 27 27. 27. 28 28. 28. 29 29. ഇനി 30 വരുമ്പോൾ നമ്മൾ 0 30 എന്നൊന്നും പറയത്തില്ല കേട്ടോ. 30 നമ്മൾ ദ്രൈ സിഗ് എന്ന് പറയും. എങ്ങനെ? ദ്രൈ സിഗ്. ഇനി ഇത് തന്നെ പിന്നെ അടുത്തത് തുടങ്ങും. ഇപ്പോൾ 31 വരുമ്പോൾ എന്താവും? 31. 32 ആണെങ്കിലോ 32. സോ അങ്ങനെ ആ നമ്പർ കണ്ടിന്യൂസ്ലി പോവും. ഓക്കെ. ഇനി അപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് 40 വരുവാണെങ്കിൽ എന്ത് വരും? ഫിയർ സിഗ്. യൂഷ്വലി ഒരു സിഗ് മാത്രമേ ലാസ്റ്റ് വരത്തേ ഉള്ളൂ. 50 ആണെങ്കിലോ 5. 5. 60 വരുമ്പോൾ നമ്മൾ ഈ സെക്സ് എഴുതുമ്പോൾ SECH വരുമല്ലോ, എസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എസും ഇസഡും സെയിം പ്രൊനൗൺസിയേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ സിഗ്. 70 സീപ് സിഗ്. നമ്മൾ അതിൽ പോയി സീബൺ സിഗ് എന്ന് പറയത്തില്ല, സീപ് സിഗ് ഷോർട്ടായിട്ട്. 80 ആണെങ്കിലോ ആക്ട് സിഗ്. 90 ആണെങ്കിലോ 90. 100 ആണെങ്കിൽ 100. നമ്മൾ 100ൻ്റെ ഓൾമോസ്റ്റ് സെയിം 100. സോ ഇതാണ് നമ്പേഴ്സ്. ഇനി ഇതിന് താഴെ ഞാൻ കമൻസിൽ ഒരു ക്വിസ് പോലെ എഴുതി വയ്ക്കാം. നിങ്ങളത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇങ്ങനെയാണ് നമ്പേഴ്സ് ഇത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലാവും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.